ഇതൊരു 12 വോൾട്ട് റിലേ ആണേ. ഇതെന്ന് പറഞ്ഞാൽ PCB ബൗണ്ടിങ് ടൈപ്പാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഫ്ലൈ ബാക്ക് ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലൈ ബാക്ക് ഡയോഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് അറിയാമല്ലോ. ബാക്ക് സ്വിച്ച് ഫാസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ബാക്ക് EMF വരും. ആ ബാക്ക് EMFന് ഒരു ഫ്രീ പാത്താണ്. ഇല്ലെങ്കിൽ ഇത് റിലേയുടെ കോയിൽ പോവും. ഇല്ലെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്ററുടെ കളക്ടർ ജംഗ്ഷൻ പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനായിട്ടാണ് ഒരു ഫ്രീ ഫ്ലോ, അതായത് ബാക്ക് EMFന് ഒരു ഫ്രീ ഫ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൈ ബാക്ക് ഡയോഡ് കൊടുത്തേക്കുന്നത്. ഫ്ലൈ ബാക്ക് ഡയോഡ് കോയിലിന് എക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് റിലേയുടെ പിൻ ഡീറ്റെയിൽസ് നോക്കാമേ. ഈ എഡ്ജിലുള്ള രണ്ടെണ്ണം കോയിലാണ്, പിന്നെ നടുക്കുള്ളത് കോമൺ ടെർമിനലാണ്, പിന്നെ ഇത് നോർമലി ഓപ്പൺ, ഇത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. കോയിൽ പിന്നും ബാക്കി 3 പിന്നും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലാഷർ സർക്യൂട്ടാണ്. എന്ന് പറഞ്ഞാൽ അണഞ്ഞും കത്തിയിരിക്കുന്ന സാധനം. അത് നമ്മൾ ഡയറക്റ്റായിട്ട് സർക്യൂട്ടിൽ കൊടുക്കുകയല്ല. അതിന് പകരം നമ്മൾ ഇതിനകത്ത് കുറച്ച് വാല്യൂസ് കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇത് ഓരോ കപ്പാസിറ്ററും കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരും. ഇത് 470 MFT കപ്പാസിറ്ററാണ്. ഇത് 220 ആണ്. സൈസ് ഡിഫറൻസ് നോക്കണ്ട. ഒരെണ്ണം 470 എന്ന് വെച്ചാൽ 25 വോൾട്ടും 220 MFT എന്ന് വെച്ചാൽ 63 വോൾട്ടും. അതുകൊണ്ടാണ് ഈ ചെറിയ വാല്യൂവിന് വലിയ സൈസ് ആവാനുള്ള ഒരു കാരണം. പിന്നെ എടുത്തേക്കണം ഒരു 2200 MFT കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് മൂന്നും കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, എങ്ങനെയാണ് ഇത് ഫ്ലാഷർ വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ ലോഡായിട്ട് കൊടുക്കുന്നത് ഈ 12 വോൾട്ട് 20 വാട്ടിൻ്റെ LED ബൾബാണ്. കാരണം നമ്മൾ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഒന്നും കൊടുക്കേണ്ട, അതൊക്കെ ഓൾറെഡി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരലൽ കണക്ഷനാണ്. അപ്പം 20 വാട്ട് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ലോഡായിട്ട് കൊടുക്കാൻ പോണത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള അസംബ്ലിംഗ് ആണേ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോഡ് കണക്ട് ചെയ്യണേ. ഈ ലോഡിൽ റെഡ് എന്ന് പറഞ്ഞാൽ LED പോസിറ്റീവും ഓറഞ്ച് എന്ന് വെച്ചാൽ LED ബൾബിൻ്റെ നെഗറ്റീവുമാണ്. ഞാനിത് ലോഡ് കണക്ട് ചെയ്തിട്ട് ലോഡ് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഇത് നെഗറ്റീവാണേ. ഈ ഒരു ടെർമിനൽ നെഗറ്റീവാണ്. നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണിത്. ഞാൻ ഈ കോയിലിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ലോഡ് കൊടുക്കാൻ പോകുന്നത് ഈ ടെർമിനൽ തന്നെയാണ്. ലോഡിൻ്റെ പോസിറ്റീവാണ് ഇത്. ഇത് പവർ സപ്ലൈയുടെ നെഗറ്റീവാണ് കൊടുക്കുന്നത്. പവർ സപ്ലൈയുടെ പോസിറ്റീവ് ഞാൻ നേരെ എടുത്ത് സെൻറ്റർ പിന്നിലാണ് കൊടുക്കുന്നത്. വയറിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ലോഡ് 12 വോൾട്ടിൻ്റെ. ഇത് റിലേയിൽ പിടിച്ച് കണക്ട് ചെയ്തു. ഇനി ഞാൻ പവർ സപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് പവർ സപ്ലൈ 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ. റിലേയുടെ ഇത് ലോഡാണ്, ഇത് റിലേ ആണ്. സൗണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. റിലേ എന്നുള്ള ഇത് വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ഫ്ലിക്കർ ചെയ്യാണ്. ഫ്ലിക്കർ ചെയ്യണോണ്ടാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഭയങ്കര ഫ്ലിക്കർ ചെയ്യുന്ന റിലേയുടെ സൗണ്ട് കേട്ടല്ലോ. റിലേ ഹൈ
ഇതിൽ ഓസിലേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം നമുക്ക്. ഫീഡ്ബാക്ക് വഴി ഓസിലേറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ഒരു കൈൻഡ് ഓഫ് ഓസിലേഷനാണ്. കാരണം റിലേ ഓൺ ആകുമ്പം ടെർമിനലിൽ നിന്ന് കട്ടാവും, കോയിൽ കട്ടാവും, പിന്നെയും തിരിച്ച് വരുമ്പോൾ പിന്നെയും കണക്ഷൻ ആവും. അങ്ങനെ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഫ്ലാഷിങ് ആയിട്ടൊന്നും അല്ല കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ വോൾട്ടേജിനെ അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 470 MFT കപ്പാസിറ്റർ യൂസ് ചെയ്യണേ. 470 MFT കപ്പാസിറ്റർ ഞാൻ കോയിലിന് പാരലായിട്ടാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് ടെർമിനൽ, കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഇതും പോസിറ്റീവ്, അതായത് നെഗറ്റീവ് ടെർമിനൽ ഇതും പോസിറ്റീവ് ഇതായി ഈ കോയിലിൻ്റെ കോയിലിൻ്റെ ഇൻപുട്ടിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ചില ഏരിയയിലൊക്കെ കപ്പാസിറ്റർ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു കപ്പാസിറ്റർ 470 MFTയുടെ കപ്പാസിറ്ററാണ് കൊടുത്തത്. എന്നിട്ട് ഞാനൊന്ന് പവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കിയോ. കണ്ട, പെർഫെക്റ്റ് ഫ്ലിക്കറിംഗ് ആണ്. ഇതിപ്പം ക്യാമറയിലായതുകൊണ്ടാണ് ഇത്രയും കിട്ടാത്തത്. മറ്റേ ആക്ച്വലി കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. കാരണം റൂം കംപ്ലീറ്റ് ഒന്ന് ഇതാവുന്നുണ്ട്, കാണുമ്പോൾ അറിയാം. ഇപ്പം ഇത്രയായി. ഇനി ഞാൻ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഒരല്പം കൂടെ കൂട്ടുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ 220 MFTയുടെ കപ്പാസിറ്ററും കൂടെ പാരലൽ ചെയ്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. കപ്പാസിറ്റർ പാരലൽ ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടും, അതായത് വാല്യൂ കൂടും. അതിനെക്കൂടെ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇല്ലേ, അതിന് മുമ്പ് നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാമേ. ഞാൻ ഇതിനകത്ത് 220 മൈക്രോഫാരഡ് കപ്പാസിറ്ററാണ് ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലാഷിങ്ങിൽ ഇഷ്ടമുള്ള വാല്യൂ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ പാരലൽ ഇത് കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടെ കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞത് കണ്ടോ, ഫ്ലിക്കറിങ്. ഇനി ഞാൻ ഈ 2200 MFTയുടെ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടേക്കാം. ക്രോക്കോഡൈൽ ക്ലിപ്പിൽ അങ്ങനെ ഫ്ലിക്കർ ചെയ്തിട്ട് ഇനി ഞാൻ ഈ 2200 MFTയുടെ കപ്പാസിറ്ററും കൂടെ പാരലൽ ചെയ്ത് കൊടുക്കാൻ പോവേണേ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ സോൾഡറൊന്നും ചെയ്യണില്ല, ജസ്റ്റ് കൈ കൊണ്ട് പിടിക്കണതേ ഉള്ളൂ. കണ്ട, നമുക്ക് ആ ഫ്ലിക്കറിങ് ഭയങ്കരമായിട്ടും കുറഞ്ഞു. ഇപ്പം മനസ്സിലായി ഈ കപ്പാസിറ്റർ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യലാണ് ഈ ഒരു റിലേയുടെ ഓപ്പറേഷൻ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് കൊള്ളൂലെന്നൊന്നും പറയുന്നില്ല. നമുക്കിത് ഉപയോഗിച്ച് ഒരു പെർഫെക്റ്റ് ഫ്ലാഷിംഗ് ആണെന്ന് വെച്ചാൽ അല്ല. ഇത് നമ്മൾ എത്ര ഇത് മാറ്റിയാലും ഇതൊരു പെർഫെക്റ്റ് ഫ്ലാഷിംഗ് അല്ല. ഞാനിപ്പം ഒരു ഇതും കൂടെ കാണിച്ചു തരാം. ഈ ഔട്ട്പുട്ട് ലൈൻ ഉണ്ടല്ലോ, ഔട്ട്പുട്ട് ലൈൻ നമ്മൾ ഈ ഒരു കണക്ഷൻ നോ കണക്ഷൻ ആയിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ ഈ ഒരു ലൈൻ ലോഡിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ അപ്പുറത്തെ കണക്ഷനിലൊന്ന് കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കണമെന്ന് നോക്കിയോ. ഫ്ലിക്കർ ആവുന്നുണ്ട്, പക്ഷേ ഓഫ് ടൈം വളരെ കുറവായത് കാരണം നമ്മളത് കാണാൻ പറ്റുന്നില്ല. ഇതൊരു നല്ല സർക്യൂട്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് പീരീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ടൈം പീരീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.